ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഡിസംബർ 28 ആരംഭിക്കുന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണ് നമ്മളിപ്പോൾ. 2024 പല എക്സാമുകൾക്കായിട്ട് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ക്ലാസ്സിലൂടെ നോക്കാനുള്ളത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതെന്നാണ്. ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഓപ്ഷൻ എ ചിനാബ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ശൈത്യകാലം ഏതെന്നാണ്. നമുക്കറിയാം ഓപ്ഷൻ എ ആണല്ലേ, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിലെ ശൈത്യകാലം. ഇന്ത്യയിൽ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ് ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം? ഓപ്ഷൻ എ എക്കൽ മണ്ണാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നൊക്കെ അറിയപ്പെടുന്ന ഉത്തര മഹാസമതലത്തിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കോർബറ്റ് ദേശീയോദ്യാന പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്നാണ്. ഏതാണ്? ഓപ്ഷൻ എ കടുവയാണ് അല്ലേ. കടുവയുടെ സംരക്ഷണമാണ് കോർബറ്റ് ദേശീയോദ്യാന പാർക്കിൽ പ്രധാനമായും ലക്ഷ്യമിട്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന്. ഓപ്ഷൻ ബി തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. അൽഫോൻസ ഡി അൽബുക്കർക്കാണ്. അൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ബഹദൂർ ഷാ 2 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ബഹദൂർ ഷാ രണ്ടാമനാണ് 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് എന്നാണ്. ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ് ആണ് ആൻസർ. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. രാജാറാം മോഹൻ റോയ് ആണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ എന്നാണ്. ഓപ്ഷൻ സി കൽക്കട്ടയിലാണ്. കൽക്കട്ടയിലാണ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ് എന്നാണ്. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണല്ലേ ആൻസർ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് എന്നാണ്. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു തന്നെയാണ് ആൻസർ. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതെന്നാണ്. ഓപ്ഷൻ ഡി 1917 ആണ് ആൻസർ. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചതാരെന്നാണ്. ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആൻസർ. ഇദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയാണ്. അതുപോലെ 1950 മുതൽ 1962 വരെയാണ് ഇദ്ദേഹം രാഷ്ട്രപതിയായിട്ട് സേവനമനുഷ്ഠിച്ചത്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആരെന്നാണ്. ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽ സിംഗ് ആണ് ആൻസർ. ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്തെ രാഷ്ട്രപതി. ഇന്ത്യയുടെ 7ാമത്തെ രാഷ്ട്രപതിയാണ് ഇദ്ദേഹം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണെന്നാണ്. ഓപ്ഷൻ സി അടിയന്തരാവസ്ഥ കാലത്താണ് മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഇതിലേതെന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സ്വത്തവകാശം. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഓപ്ഷൻ എ അയിത്ത നിർമ്മാർജ്ജനമാണ്. അയിത്ത നിർമ്മാർജ്ജനമാണ് ആർട്ടിക്കിൾ 17. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 17 ആണ്.
അടുത്തത് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതെന്നാണ്. ഓപ്ഷൻ എ 19-ാം അനുച്ഛേദമാണ്. അതായത് മൗലികാവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ 19 മുതൽ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. ഇതിൽ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതെന്നാണ്. ഓപ്ഷൻ സി രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിക്കാണ് നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൻ്റെ ഇളവ് ലഭിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 52-ലാണ്. ആർട്ടിക്കിൾ 52-ലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ക്വസ്റ്റ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്നാണ്. ഓപ്ഷൻ ബി പ്രധാനമന്ത്രിയാണ് മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയൊക്കെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു എന്നാണ്. ഓപ്ഷൻ സി ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1990-ലാണ്. അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്. ഓപ്ഷൻ സി ഇടുക്കിയാണ് ആൻസർ. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ല. ഏതൊക്കെയാണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. ഇവ 4ൻ്റെയും പൊതുവായിട്ടുള്ള സവിശേഷത ചോദിച്ചിട്ടുള്ളത്. എന്താണ് സവിശേഷത? ഓപ്ഷൻ ബി ആണ്. കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ്. എന്താണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് ചന്ദ്രഗിരി പുഴ. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക എന്നാണ് തന്നിട്ടുള്ളത്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. വെള്ളായണി തടാകം, തിരുവനന്തപുരം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ബാക്കിയൊക്കെ തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ്. ഇതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് 1, 2, 4 ശരി എന്നുള്ളതാണ് ആൻസർ. 3ാമത്തെ തെറ്റാണ്. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975-ലാണ് എന്നുള്ളതാണ് തെറ്റുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക എന്നാണ്. പശ്ചിമഘട്ടത്തിലെ മഴനീർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു. പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഏത് വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ സൂചനകളാണിതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തെ പറ്റിയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക എന്നാണ്. അതായത് കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എറണാകുളം, ഇടുക്കി. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ളത് എറണാകുളത്തും കുറവുള്ളത് ഇടുക്കിയിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് എന്നാണ്. ഓപ്ഷൻ ബി 7 ആണ് ആൻസർ. അതായത് 7 കായിക താരങ്ങളാണ് ഇത്തവണ പാരീസ് ഒളിമ്പിക്സിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്തത്. അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിന് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഓൾ ദ എബവ് എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. അതുപോലെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. ഇതെല്ലാം ശരിയാണ് എന്നാണ് ആൻസർ. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കൈരളി എന്നാണ് AI പ്രോസസ്സർ അറിയപ്പെടുന്നത്. കൈരളി. കേരളത്തിൽ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സറാണ് കൈരളി.
യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതെന്നാണ്? ഓപ്ഷൻ ഡി കോഴിക്കോടാണ് ആൻസർ. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ഓർ ലൂയിസ് മായ നിയമം? ഓപ്ഷൻ എ ക്രിക്കറ്റ് ആണ് ആൻസർ. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതെന്നാണ്? ഓപ്ഷൻ സി വിദ്യാവാഹിനി ആപ്പാണ് ആൻസർ. അടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ പുറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണിത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ രണ്ടാമത്തെ മണ്ണ് മ്യൂസിയം. കേരള ഗവൺമെൻറ്റിൻ്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. ഇതിലേതാണ് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 3, 4 ശരിയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തത് തെറ്റാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ രണ്ടാമത്തെ മണ്ണ് മ്യൂസിയം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.